നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. വാളറ ടൗണിന് സമീപം ദേശീയപാത 85 അരികിലാണ് വിശ്രമ കേന്ദ്രം. അധികൃതരുടെ അനാസ്ഥയാണ് കേന്ദ്രം നശിക്കാൻ കാരണമെന്ന ആരോപണം. സംസ്ഥാനത്തെ സപ്ലൈകോ ഓണസമ്മാന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 1 പവൻ സ്വർണ്ണ നാണയം സ്വന്തമാക്കിയത് മൂന്നാറിലെ തോട്ടം തൊഴിലാളി. നടയാർ സ്വദേശിയായ മുനിയമ്മയാണ് സമ്മാനത്തിന് അർഹയായത്. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന വലിയ ശിക്ഷയായി കാണേണ്ടി വരുമെന്ന് ഹൈറേഞ്ച് മേഖല മെത്രോപൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ്. കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ നാളുകളായി നാശം വിതച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലാണ് കാട്ടുപന്നിയെ കൊന്നത്. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. വാളറ ടൗണിന് സമീപം ദേശീയപാത 85 അരികിലാണ് വിശ്രമ കേന്ദ്രമുള്ളത്. മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയതായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. നിലവിൽ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ്. ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഇങ്ങനെ കാടുകയറി നശിക്കുന്നത്. 1987 ഫെബ്രുവരി 27 വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വഴിമധ്യേ താമസിക്കാനും വിശ്രമിക്കാൻ സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ വർഷം പലത് പിന്നിടുമ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കെട്ടിട സ്ഥല സൗകര്യങ്ങൾ ഇനിയും ടൂറിസം വകുപ്പ് വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ല. മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. നിലവിൽ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ്. കെട്ടിടവും പരിസര പ്രദേശങ്ങളും കാട് കയറി മൂടിയിട്ടുള്ള സ്ഥിതിയുമുണ്ട്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് പോകുന്ന ഈ വാളറയിലെ ഈ വാളറ വാട്ടർഫാൾസിനും ചീയപ്പാറ വാട്ടർഫാൾസിനും തൊട്ടടുത്തുള്ള വിശ്രമ കേന്ദ്രമാണ്. KTDCയുടെ കീഴിലുള്ള വിശ്രമ കേന്ദ്രമാണ് വാളറയിലുള്ള ഈ KTDC. ഈ KTDC 35 കൊല്ലം മുമ്പ് ഇവിടെ തറക്കല്ല് ഇട്ട് 30 കൊല്ലം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കുറച്ച് നാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും, പിന്നെ പ്രവർത്തനം ഇല്ലാണ്ട് കിടക്കും. ഇപ്പോൾ കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി കിടക്കുകയാണ്. ഇത് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചാൽ ഈ ടൂറിസ്റ്റുകൾക്ക് വിശ്രമ കേന്ദ്രമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ വാളറയിലെ KTDC. പരിപാലനമില്ലാതെ കിടന്ന ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ക്രമേണ നാശത്തിലേക്ക് കൂപ്പുകുത്തും. സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന സ്ഥല സൗകര്യങ്ങൾക്കൊപ്പം നീരിമംഗലം വനമേഖലയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും വിധം കൂടിയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണിങ്ങനെ കാട് കയറി നശിക്കുന്നത്. നിലവിലെ കെട്ടിട സ്ഥല സൗകര്യങ്ങൾ വൃത്തിയാക്കുകയും മോടി പിടിപ്പിച്ച് സഞ്ചാരികളെ ആകർഷിക്കും വിധം താമസ സൗകര്യമൊരുക്കിയാൽ പദ്ധതിയിലൂടെ ടൂറിസം വകുപ്പിന് മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്താം. സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയാലും പദ്ധതി പരിപാലനമില്ലാതെ നശിക്കുന്നത് ഒഴിവാക്കാം. സിറ്റിവിഷൻ, അടിമാലി. സംസ്ഥാനത്തെ സപ്ലൈകോ ഓണസമ്മാന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 1 പവൻ സ്വർണ്ണ നാണയം സ്വന്തമാക്കിയത് മൂന്നാറിലെ തോട്ടം തൊഴിലാളി. നടയാർ സ്വദേശിയായ മുനിയമ്മയാണ് സമ്മാനത്തിന് അർഹയായത്. 2,15,000-ലധികം ഉപഭോക്താക്കളാണ് സംസ്ഥാനത്ത് ഓണസമ്മാന നറുക്കെടുപ്പിൽ പങ്കെടുത്തത്. ഓണച്ചന്തകൾ ആരംഭിച്ചതു മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയിലധികം സാധനങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കളെയാണ് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സംസ്ഥാനത്താകെ 2,15,000-ലധികം ഉപഭോക്താക്കൾ പങ്കെടുത്തപ്പോൾ ഒന്നാം സമ്മാനമായ 1 പവൻ സ്വർണ്ണ നാണയം സ്വന്തമാക്കിയത് മൂന്നാറിലെ നടയാർ സ്വദേശിയായ മുനിയമ്മയാണ്. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസാണ് നറുക്കെടുത്തത്. രണ്ടാം സമ്മാനമായ ലാപ്ടോപ്പ് തൃശൂർ ജില്ലയിലെ AK രത്നം, വടകരയിലെ CV ആദിദേവ് എന്നിവർക്കാണ് ലഭിച്ചത്. മൂന്നാം സമ്മാനമായ സ്മാർട്ട് TV തലശ്ശേരി സ്വദേശി രമ്യ, തൃശൂർ സ്വദേശി കണ്ണൻ, പാലക്കാട് സ്വദേശി ചെന്താമരാക്ഷൻ എന്നിവർക്കാണ് ലഭിച്ചത്. ജില്ലാതലത്തിലും നറുക്കെടുപ്പ് നടത്തിയിരുന്നു. നെടുമങ്ങാട് സ്വദേശി ശൈലജ, കരുനാഗപ്പള്ളി സ്വദേശി ദീപ, പ്രിയ, രജനി, അൻസാർ, ജോഷി ആന്റണി, ബിനിത, സതീഷ്, ഹരിദാസൻ, പ്രശാന്ത്, സൗമിനി, രാജലക്ഷ്മി, ശ്രീജൻ, ബിജേഷ് എന്നിവരാണ് ജില്ലാതല വിജയികൾ.
ഇവർക്ക് സ്മാർട്ട് ഫോണാണ് സമ്മാനമായി ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രോപൊളീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസിന്റെ പ്രതികരണം. ഇപ്പോഴത്തെ നിർമ്മാണ പ്രതിസന്ധി ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന വലിയ ശിക്ഷയായി കാണേണ്ടി വരുമെന്ന് ഹൈറേഞ്ച് മേഖല മെത്രോപൊലീത്ത അടിമാലിയിൽ പറഞ്ഞു. റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യം ദുഃഖകരമാണ്. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ പുതിയ പ്രസ്താവന നൽകാൻ തയ്യാറാകണം. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഹൈറേഞ്ച് മേഖല മെത്രോപൊലീത്ത വ്യക്തമാക്കി. നിർമ്മാണത്തിന് ഗവൺമെന്റ് ബന്ധപ്പെട്ടതായ ഗവൺമെന്റിന്റെ മറ്റ് വകുപ്പുകളോ ഇതിനെതിരല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ റീസെൻ്റ്ലി ഞാൻ അറിയുന്നു, ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതി കൊടുത്തതായിട്ട് അറിയുന്നു. ഇത് ഫോറസ്റ്റിൻ്റെ ഭാഗമാണെന്നും ഇത് അതുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ടെന്നും കാണിച്ചുകൊണ്ടുള്ളതായ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തതാണ് ഇന്നത്തെ ഈ നിസ്സംഗാവസ്ഥയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ റോഡ് നിർമ്മാണത്തിന് തടസ്സം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ റോഡ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് തിരുത്തി മറ്റു റിപ്പോർട്ട് കൊടുത്ത് ഈ റോഡിൻ്റെ നിർമ്മാണം പണി ആരംഭിക്കുമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാനത് വിചാരിക്കുകയാണ്, അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഹൈറേഞ്ചിലുള്ള സർവമാന ആളുകൾ മനസ്സിലാക്കുന്നത് ഹൈറേഞ്ചിനെ ശിക്ഷിക്കുന്ന മറ്റൊരവസ്ഥയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ആണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് കുറിച്ചും പരാതിയുണ്ട്. അത് ഞാനിവിടെ നടന്നും ആളുകളുമായി ബന്ധപ്പെട്ടും കിട്ടുന്ന പരാതിയും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഈ ഫോറസ്റ്റിനകത്ത് എന്തുമാത്രം കോടികൾ വില വരുന്ന മരങ്ങളാണ് ഒടിഞ്ഞും മറഞ്ഞുമായി മുറിച്ച് റോഡിൻ്റെ സൈഡുകളിൽ നിരത്തിയിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഏതെങ്കിലും രീതിയിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ലേലം ചെയ്ത് വിറ്റാൽ സർക്കാരിന് എത്രയോ കോടികൾ ഈ മലയിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന മരങ്ങളിൽ നിന്ന് സർക്കാർ ലഭിക്കും. വാസ്തവത്തിൽ അവിടെ കിടന്ന് ദ്രവിച്ച് മണ്ണായി തീർന്നു പോവുകയാണ്. ഇതിന് ഉത്തരവാദിത്വമില്ലേ? ഇതിന് ഉടമസ്ഥരില്ലേ? വാസ്തവത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വവും ഇതിൻ്റെ ഉടമസ്ഥരും ഇതിനേൽപ്പിച്ചിരിക്കുന്നവർ കഴിയുന്നില്ലെങ്കിൽ ഇതിന് ബഹുമാനമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും കൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ആയതുകൊണ്ട് ജനങ്ങളുടെ ഇന്നത്തെ ദുരാവസ്ഥ പരിഹരിക്കപ്പെടുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിക്ക് കൊടുത്ത് ഈ റോഡിൻ്റെ നിർമ്മാണം രണ്ടാമത് ആരംഭിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത്. അതല്ല എങ്കിൽ ഈ ഹൈറേഞ്ചിൻ്റെ വികസനവും ഇതിൻ്റെ ആളുകളുടെ സഞ്ചാരയോഗ്യവും തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥിതി വളരെ ദുഃഖകരമാണ്. കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ നാളുകളായി നാശം വിതച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലാണ് കാട്ടുപന്നിയെ കൊന്നത്. കാട്ടുപന്നി ശല്യത്തിൽ കർഷകർ വലിയ പ്രതിസന്ധി നേരിട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷിന്റെ നേതൃത്വത്തിൽ പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് നടപടി സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. കാട്ടുപന്നി ശല്യം പ്രതിരോധിക്കുവാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾക്കിടയിൽ നിലനിൽക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശക്തമായ ഇടപെടൽ നടത്തുകയും തുടർന്ന് വനം വകുപ്പിന്റെ സഹായത്തോടെ മിഷൻ വൈൽഡ് പിക്കിന്റെ ഭാഗമായി പ്രദേശത്ത് നാശം വരുത്തിയ കാട്ടുപന്നികളിൽ ഒന്നിനെ വെടിവെച്ചു കൊന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങി അതിക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടറുടെ സാന്നിധ്യത്തിൽ വെടിവെക്കാമെന്ന 2022 ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പിന്തുടർന്നാണ് നടപടി. ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവ് നടത്താനുള്ള തീരുമാനം വന്നിരുന്നു. ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ ഷൂട്ടർമാരും ഈ പ്രദേശത്തെത്തുകയും പന്നിയെ വെടിവെക്കുകയും ചെയ്തിരുന്നു. ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ ഉള്ള ആക്രമണങ്ങൾ നടത്തുന്ന പ്രദേശങ്ങളിൽ, കാട്ടുപന്നിയുടെ ഉപദ്രവമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും ഇതുപോലുള്ള ഡ്രൈവ് നടത്തി ഇതൊരു തുടർച്ചയായിട്ട് മാറ്റാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. 22 നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് പ്രകാരം നാട്ടിലിറങ്ങി അക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ നമുക്ക് ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ കൊണ്ട് കൊന്ന് അതിനെ മണ്ണെണ്ണയും ഇതൊക്കെ ഒഴിച്ച് നാച്ചുറലായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കാനുള്ളൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും അതുപോലെ വനംവകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് അതിതീവ്ര യജ്ഞം എന്ന് പറയുന്നൊരു പരിപാടി, പരാതി പരിഹാര പദ്ധതി നടപ്പാക്കുകയാണ്. അത് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാം നടക്കുന്നത്. ഏകദേശം 2 വയസ്സ് തോന്നിക്കുന്ന പെൺപന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. പഞ്ചായത്തിലെ അംഗീകൃത ഷൂട്ടർ ജിജോ കുളങ്ങരയുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. കൊന്നത്തടി പഞ്ചായത്തിന്റെ 12ാം വാർഡിലെ കാർഷിക മേഖലയിൽ വിളനാശം വരുത്തിവരുന്ന കാട്ടുപന്നികളിൽ ഒന്നിനെയാണ് വെടിവെച്ചത്. ചത്ത പന്നിയെ പിന്നീട് സംസ്കരിച്ചു. വെടികൊണ്ട പന്നി ഏതാനും മീറ്റർ ദൂരം കിതച്ചോടുകയും സമീപത്തെ കിണറ്റിൽ വീഴുകയും ചെയ്തിരുന്നു. വനംവകുപ്പ് ഈ മാസം 16 മുതൽ ഒക്ടോബർ 30 വരെ നടത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി കൊന്നത്തടി പഞ്ചായത്തിൽ നിന്നും ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന കാട്ടുപന്നി ശല്യത്തിനെതിരായ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വനംവകുപ്പും പഞ്ചായത്തും ചേർന്ന നടപടികൾ സ്വീകരിച്ചത്. സിറ്റി വിഷൻ, കൊന്നത്തടി. മണ്ണിൽ മാത്രമല്ല മട്ടുപ്പാവിലും എല്ലാ കൃഷികളും നടത്താമെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ മട്ടുപ്പാവിൽ മനോഹരമായ വസന്തവും തീർത്ത് വ്യത്യസ്തരാവുകയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട്ടിലെ കിഴക്കേ ഭാഗത്ത് ജോണി മേഴ്സി ദമ്പതിമാർ. മണ്ണിലല്ല മട്ടുപ്പാവിലാണ് ഈ മനോഹരമായ പൂക്കാലം. പാറത്തോട് ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന കിഴക്കേ ഭാഗത്ത് ജോണി മേഴ്സി ദമ്പതിമാരാണ് മട്ടുപ്പാവിൽ പൂക്കാലം ഒരുക്കിയിട്ടുള്ളത്. ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പൂക്കളാണ് ഇവിടുത്തെ മട്ടുപ്പാവിനെ മനോഹരമാക്കുന്നത്. മുന്തിരിയും എല്ലാവിധ പച്ചക്കറികളും മട്ടുപ്പാവിൽ വർഷങ്ങളായി കൃഷി ചെയ്യുകയും പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുകയും ചെയ്യുന്ന മാതൃകാ ദമ്പതിമാരാണ് ജോണിയും മേഴ്സിയും. 4 മാസം മുമ്പ് മട്ടുപ്പാവിൽ ഇവർ ചെയ്ത ചെണ്ടുമല്ലി പൂവിട്ടു നിൽക്കുകയാണ്. ഓണത്തെ ലക്ഷ്യമാക്കിയാണ് ചെണ്ടുമല്ലി തൈകൾ നട്ടതെങ്കിലും ഓണം കഴിഞ്ഞപ്പോഴാണ് പൂക്കളെല്ലാം മനോഹരമായി വിടർന്നത്. പാറത്തോട് ടൗണിലൂടെ കടന്നു പോകുന്ന ഏവരെയും ആകർഷിക്കുന്ന മനോഹരമായ ദൃശ്യമാണ് ഇവരുടെ മട്ടുപ്പാവിലുള്ളത്. തികച്ചും ശാസ്ത്രീയമായ പരിപാലന മുറകളിലൂടെയാണ് ഇവർ ടെറസിലെ കൃഷി വിജയിപ്പിക്കുന്നത്. പ്രത്യേകതരം പോട്ടുകളിലാണ് ചെണ്ടുമല്ലി തൈകൾ നട്ടത്. യഥാസമയം വളപ്രയോഗം നടത്തി പൂക്കാലമൊരുക്കി. മഞ്ഞയും ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് ഇവിടെ പൂവിട്ട് നിൽക്കുന്നത്. രാജകുമാരി ഫെഡറേറ്റഡ് നഴ്സറിയിൽ നിന്നാണ് ചെണ്ടുമല്ലി തൈകൾ വാങ്ങിയത്. മുകളിൽ മുന്തിരി കൃഷിയുണ്ട്, അതുപോലെ പച്ചക്കറി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പച്ചക്കറികളും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പഴവർഗ്ഗങ്ങളും ഉണ്ട്. പിന്നെ ഇത്തവണ ഓണത്തിനോടനുബന്ധിച്ച് നല്ല പൂക്കൾക്ക് വേണ്ടിയിട്ട് പൂക്കളമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് മുൻവശത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തി. ഇപ്പോൾ 4 മാസമായി. കാർഷിക രംഗത്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ടെറസിൽ ചട്ടികളിൽ നട്ട് പരിപാലിക്കാമെന്നും നല്ല വിളവ് നേടാമെന്നും ഇവർ തെളിയിക്കുന്നവരാണിവർ. എന്തായാലും പാറത്തോട് ടൗണിലൂടെ കടന്നു പോകുന്നവർക്ക് വിസ്മയമൊരുക്കുകയാണ് ഇവരുടെ മട്ടുപ്പാവിലെ പൂക്കളും പച്ചക്കറികളും. സിറ്റി വിഷൻ, കൊന്നത്തടി. ഇടവേള. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല.
അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി അടിമാലിയിലും പരിശോധന. തിരുവനന്തപുരം സ്വദേശിനിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാറിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടിമാലിയിലെത്തിയത്. മെക്കാനിക് പണികൾക്കായാണ് ഉടമ കാർ അടിമാലിയിലെത്തിച്ചത്. മലപ്പുറം തിരൂരിൽ നിന്നാണ് ഇവർ വാഹനം വാങ്ങിയത്. നിലവിൽ കാറിന്റെ 5ാമത്തെ ഉടമയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ചിപ്പു LC ഗേൾ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശില്പ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസർ കാറുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടിമാലിയിലെത്തിയത്. ഓപ്പറേഷൻ നുംബോറിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നത്. മെക്കാനിക് പണികൾക്കായാണ് കാർ അടിമാലിയിലെത്തിച്ചിരുന്നത്. മെക്കാനിക് ജോലികൾ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഓപ്പറേഷൻ നുംബോറിന്റെ ഭാഗമായി കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടായിട്ടുള്ളത്. 2023 സെപ്റ്റംബർ മാസത്തിൽ മലപ്പുറം തിരൂർ സ്വദേശികളായ ഡീലർമാരിൽ നിന്നാണ് ശില്പ വാഹനം വാങ്ങിയത്. മുമ്പ് കർണാടക രജിസ്ട്രേഷൻ വാഹനമായിരുന്നു ഇത്. തിരൂർ സ്വദേശികളായ ഡീലർമാർ കർണാടക വാഹന വകുപ്പിൽ നിന്നുള്ള NOCയും RC ബുക്കും കാണിച്ചിരുന്നുവെന്നും ശില്പ പറഞ്ഞു. മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ്. KL 55 എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് എല്ലാം അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത്. ശരിക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഇതിപ്പോ നമ്മൾ 5th ഓണറാണ്. ഈ 5 ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്താണ് ഇഷ്യൂ എന്ന്. കർണാടകയിലെ NOC നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ KL 55 രജിസ്റ്റർ ചെയ്തു, അതും നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കർണാടക സ്വദേശികൾ വാഹനം വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നുമാണെന്ന് പറയപ്പെടുന്നു. നിലവിൽ വാഹനത്തിന്റെ ഇപ്പോഴത്തെ ഉടമയായ ശില്പ വാഹനത്തിന്റെ 5ാമത്തെ ഓണറാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മെക്കാനിക്കൽ പെയിന്റിംഗ് വർക്കുകൾക്കായി ശില്പ കാർ അടിമാലിയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. റാലി ഡ്രൈവറായ ശില്പ അധ്യാപന ജോലിയിൽ നിന്നും മിച്ചം കിട്ടിയ തുക കൂട്ടിവെച്ചാണ് തിരൂർ സ്വദേശികളിൽ നിന്നും ലാൻഡ് ക്രൂയിസർ 96 മോഡൽ കാർ 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. വാഹനം നഷ്ടമായാൽ ഇതുവരെ താൻ കൂട്ടിവെച്ച സമ്പാദ്യം ഇല്ലാതാകുമോ എന്ന ആശങ്കയും ശില്പ പങ്കുവച്ചു.
സിറ്റി വിഷൻ, അടിമാലി. രാജകുമാരി മോർ ബെസോലിയസ് ചാപ്പലിൽ പരിശുദ്ധ മോർ ബെസേലിയസ് ബാബയുടെയും മോർ സ്തേഫാനോസ് സഹദായുടെയും ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മോർ ബെസേലിയസ് സൺഡേ സ്കൂളിൻ്റെയും മോർ ബേസിൽ യൂത്ത് അസോസിയേഷൻ്റെയും സംയുക്ത വാർഷികാഘോഷം നടന്നു. സഹവികാരി ഫാദർ എബിൻ കാരിയേലിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. രാജകുമാരി ഗലീലക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ രാജകുമാരി ടൗണിൽ സ്ഥാപിതമായിരിക്കുന്ന ഹൈറേഞ്ചിലെ കോതമംഗലം എന്ന അപരനാമത്തിലറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ മോർ ബെസോലിയോസ് ചാപ്പലിൽ പരിശുദ്ധ മോർ ബെസോലിയോസ് ബാബയുടെയും മോർ സ്തേഫാനോസ് സഹദായിയുടെയും ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മോർ ബെസോലിയോസ് സൺഡേ സ്കൂളിൻ്റെയും മോർ ബെസൽ യൂത്ത് അസോസിയേഷൻ്റെയും സംയുക്ത വാർഷികാഘോഷവും വിവിധ കലാപരിപാടികളും നടന്നു. രാജകുമാരി മാർ ബെസോലിയോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ഇടവക സഹവികാരി ഫാദർ എബിൻ കാരിയേലിൽ ഉദ്ഘാടനം ചെയ്തു. പോകുന്നതിൻ്റെ ഒരു വലിയ പ്രത്യാഘാതം നമ്മുടെ മാധ്യമങ്ങളിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ പരാജയങ്ങളിൽ പോലും മനം തകരുന്നവർ, ചെറിയ ചെറിയ തോൽവികൾ പോലും സഹിക്കാൻ പറ്റാതെ. ഇടവക വികാരി ഫാദർ ബേസിൽ കൊറ്റിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ വിവിധ കലാപരിപാടികളും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. സമീപ ദൈവാലയങ്ങളിലെ വികാരിമാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, ട്രസ്റ്റിമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 26 മുതൽ 29 വരെ നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. വട്ടപ്പാറ, മുണ്ടേരിമ, തൂക്കുപാലം തുടങ്ങിയിടങ്ങളിലെ വിവിധ വേദികളിലാണ് കലാകായിക മത്സരങ്ങൾ നടക്കുക. ഉടുമ്പൻചോല MLA MM മണി കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. 2025 15 വയസ്സ് പൂർത്തിയായവരും 40 വയസ്സ് പൂർത്തിയാകാത്തവരുമായ എല്ലാ യുവജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കലാകായിക മേളകളാണ് നടത്തപ്പെടുന്നത്. ഈ മാസം 26, 27, 28 തീയതികളിലാണ് നടത്തുന്നത്. അതിൽ ക്രിക്കറ്റ്, ഫുട്ബോള്, അത്ലറ്റിക്സ് ഇത്രയും കാര്യങ്ങൾ വട്ടപ്പാറ MES കോളേജിൽ വെച്ചും, ബാഡ്മിൻ്റൺ തൂക്കുപാലം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചും, വോളിബോൾ മുണ്ടിയരുമ ഓപ്പൺ കോർട്ട് വെച്ചും, അതുപോലെ തന്നെ കലാമത്സരങ്ങൾ മുണ്ടിയരുമ കല്ലാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ 26-ാം തീയതി ഉച്ച കഴിഞ്ഞ് പാമ്പാടുംപാറ പഞ്ചായത്ത് വെച്ചിട്ടാണ് നമ്മുടെ യുവജന ബഹുമാനപ്പെട്ട ഉടുമ്പൻചോലയുടെ MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്കാര റാലിയും 1500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ മുഴുവൻ യുവജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ലോക ആയുർവേദ ദിനം ആചരിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെയും തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് 10ാമത് ആയുർവേദ ദിനം ആചരിച്ചത്. ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും അണിനിരന്ന വിളംബര ജാഥയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഗ്രാമപഞ്ചായത്ത് അംഗം S. മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കോറ്റ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ചികിത്സ കൊണ്ട് രോഗം ഭേദമാവുകയോ അല്ലെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കുകയോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആയുർവേദത്തെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അതുപോലെ തന്നെ നമ്മുടെ യോഗത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 50% അന്യ സംസ്ഥാനക്കാരാണ് സേവനം. ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദ എക്സിബിഷനും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ KK ജീന, ഡോക്ടർ ലവീണ TP, ജോയി, ജയചന്ദ്രൻ, ഡോക്ടർ സൂര്യറാണി, ഡോക്ടർ സുചിത്ര, ഡോക്ടർ K നിതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ.
സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ, വെള്ളി ഗ്രാമിന് 150 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. വാളറ ടൗണിന് സമീപം ദേശീയപാത 85 അരികിലാണ് വിശ്രമ കേന്ദ്രം. അധികൃതരുടെ അനാസ്ഥയാണ് കേന്ദ്രം നശിക്കാൻ കാരണമെന്ന ആരോപണം. സംസ്ഥാനത്തെ സപ്ലൈകോ ഓണസമ്മാന നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ 1 പവൻ സ്വർണ്ണ നാണയം സ്വന്തമാക്കിയത് മൂന്നാറിലെ തോട്ടം തൊഴിലാളി. നടയാർ സ്വദേശിയായ മുനിയമ്മയാണ് സമ്മാനത്തിന് അർഹയായത്. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന വലിയ ശിക്ഷയായി കാണേണ്ടി വരുമെന്ന ഹൈറേഞ്ച് മേഖല മെത്രോപൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ്. കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ നാളുകളായി നാശം വിതച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലാണ് കാട്ടുപന്നിയെ കൊന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.